നമസ്കാരം. 2001 ഞാൻ +1 പഠിക്കുന്ന സമയത്താണ് രാവണപ്രഭു ആദ്യമായിട്ട് തിരുവനന്തപുരം ശ്രീകുമാർ തിയേറ്ററിൽ നിന്ന് കാണാൻ സാധിച്ചത്. ഒരുപക്ഷെ ഇന്ന് 25 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഏരീസ് പ്ലസിൽ നിന്നും കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയ കാര്യം, ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം 1/4 നൂറ്റാണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ ടെക്നിക്കൽ എല്ലാ കാര്യങ്ങളിലും വളരെയധികം മാറ്റം വന്നു. അന്ന് തിയേറ്ററിന് മുന്നിൽ ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുന്ന തിക്കും തിരക്കും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല. ഓൺലൈൻ വഴിയുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ ഈ സിനിമ നൽകുന്നൊരു സ്റ്റഫ് അത് 25 വർഷങ്ങൾക്ക് ശേഷവും അന്ന് ജനിച്ചിട്ട് പോലുമില്ലാത്ത ചെറുപ്പക്കാർ ഇന്ന് അങ്ങേയറ്റം ആവേശത്തോടു കൂടി സിനിമയെ വെൽക്കം ചെയ്യുന്നൊരു കാഴ്ചയാണ് കണ്ടത്. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടെക്നിക്കൽ പെർഫെക്ഷൻ, സൗണ്ട് ക്ലാരിറ്റി, അതുപോലെ തന്നെ സ്ക്രീനിൽ ഓരോ കഥാപാത്രങ്ങൾ വരുമ്പോഴും അവരുടെ ഒരു ഫിലിമിൽ നിന്നും 4Kയിലോട്ട് വരുമ്പോൾ ഉണ്ടാകുന്നൊരു ക്വാളിറ്റി ചേഞ്ച്, ഇതെല്ലാം ഒരു രക്ഷയുമില്ല. സിനിമ ആദ്യം മുതൽ അവസാനം വരെ വളരെ സൂക്ഷ്മമായിട്ട് അതിൻ്റെ ടെക്നീഷ്യൻസ് 4Kയിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 100% എനിക്കൊന്ന് ഇതുവരെ ഇറങ്ങിയ സിനിമകളിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നൊരു മൂവിയാണ്. എന്തായാലും ഒരല്പം പോലും നമുക്ക് ഒരു പഴയ സിനിമ കാണുന്നു എന്നൊരു ഫീലിംഗ് പോലുമില്ലാതെ ലേറ്റസ്റ്റായിട്ട് ഇറങ്ങുന്ന ഒരു സിനിമയോട് കിടപിടിക്കുന്ന തരത്തിലുള്ള, അന്ന് 4K ഇറങ്ങിയിട്ടില്ല, അതുപോലെ തന്നെ VFX അതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇറക്കിയ സിനിമയാണ്. പക്ഷേ ഇപ്പോഴും അത് കണ്ടിരിക്കേണ്ട കാര്യമാണ്. ഡെഫിനറ്റ്ലി അപ്രിഷ്യേറ്റ് ചെയ്യുന്നു ടീം ആശീർവാദ്. അതുപോലെ തന്നെ മോഹൻലാൽ എന്ന പ്രതിഭയുടെ ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആക്ടിങ് നമുക്ക് വലിയ സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു 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 ആവേശം അത് നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും രാവണപ്രഭു.